പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? യേശുവിന്റെ അനുഗ്രഹം നിങ്ങളോട് കൂടെയുണ്ട്. അതിനാൽ ഒന്നുകൊണ്ടും വിഷമിക്കരുത്, ഭയപ്പെടരുത്. ഇതുപോലെയുള്ള സ്ഥിതികൾ ഉണ്ടാകും. നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്നത് വരെ ഇതെല്ലാം കടന്നിട്ടേ പോകാനാകൂ. പക്ഷേ ദൈവമെല്ലാം നന്മയായി തീർത്തു തരും. അതല്ല, ഞാൻ വിശ്വസിച്ചു, ആ മനുഷ്യനെ വിശ്വസിച്ചു, ഞാൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നതുപോലെയുള്ള പരിതസ്ഥിതികൾ ഉണ്ടായിട്ടുണ്ടോ? മനുഷ്യരങ്ങനെയുള്ളവരാണ്. ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞവരൊക്കെ ഒരു ദിവസം പെട്ടെന്നങ്ങ് വഴിമാറിപ്പോകും. എന്നാൽ നമ്മെ വിട്ടകലാത്തയൊരു ദൈവമുണ്ട്. ഒരു ഭക്തൻ പറയുന്നു, ദാവീദ് എന്നൊരു ഭക്തൻ ബൈബിളിൽ പറയുമ്പോൾ സങ്കീർത്തനം 9-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. യഹോവയെ അന്വേഷിക്കുന്നവനെ അവൻ കൈവിടുകയില്ല. അവനൊരു അനുഭവമുണ്ടായി. ദാവീദിനെ വിശ്വസിച്ചിരുന്നവർ പോലും കൈവിടുകയുണ്ടായി, ശത്രുക്കളായി മാറി. അവൻ ആർക്കാണോ നന്മ ചെയ്തത് അവരവനെതിരായി മാറി അവനെ കൊല്ലാൻ പോലും പരിശ്രമിച്ചു. പക്ഷേ ദൈവം അവനെ കൈവിട്ടില്ല. അതുകൊണ്ടാണ് സന്തോഷത്തോടെ പറയുന്നത്, കർത്താവേ, ഞാൻ നിന്നെ അന്വേഷിച്ചതുകൊണ്ട് എന്നെ കൈവിട്ടിട്ടില്ല. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കൈവിടുകയില്ല. മനുഷ്യർ മറന്നിട്ടുണ്ടാവും, കൈവിട്ടിട്ടുണ്ടാകും. ഞാൻ നിന്നെ കൈവിടില്ല. എന്റെ കൈ എപ്പോഴും നിനക്ക് വേണ്ടി നീട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഏതു പരിതസ്ഥിതിയിലും യേശുവിന്റെ കൈകളിൽ കൈകളെ ഏൽപ്പിച്ച് അങ്ങനെ കൈപിടിച്ച് നടത്തേണമേ. നീ എന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവമാണല്ലോ, എന്റെ കൂടെ തന്നെയുണ്ടല്ലോ, എന്നെ കൈപിടിച്ച് നടത്തേണമേ. എല്ലാവരും എന്നെ വിട്ടിട്ട് പോയി എന്ന് പറയൂ. അവൻ പറയും, ഞാനുണ്ട് നിനക്ക്. എന്റെ മകനെ, എന്റെ മകളെ, ആര് മറന്നുപോയാലും, ആരകന്നു പോയാലും, ആര് കൈവിട്ടാലും ഞാനുണ്ടല്ലോ നിനക്ക്. നീ ഭയപ്പെടേണ്ട, എന്റെ കൈപിടിച്ച് നടന്നുകൊണ്ടിരിക്കുക എന്ന് സഹായിക്കും. അതെന്തുകൊണ്ടാണെന്നോ, നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ തന്നെത്താൻ ബലിയർപ്പിച്ചിരിക്കുന്നു. സ്വന്തം രക്തത്തെ കുരിശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞിരിക്കുന്ന ദൈവമാണവൻ. ഉപദ്രവങ്ങൾ സഹിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു, ചാട്ടവാറുകൊണ്ടടിച്ചു, കൈകളിൽ ആണികൾ കുത്തിയിറക്കി, അപമാനിച്ചു. അതെല്ലാം അവൻ സഹിച്ചു. എന്തുകൊണ്ടാണെന്നോ, എന്നോടും നിങ്ങളോടുമുള്ള അവന്റെ സ്നേഹം. നമ്മുടെ കഷ്ടപ്പാടുകളെ സ്വയം ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റതുകൊണ്ട് അവൻ പറയുന്നു, ഞാൻ എങ്ങനെ നിന്നെ മറക്കും? ഞാൻ എങ്ങനെ നിന്നെ കൈവിടും? ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് യേശുവിനെ ദൃഢമായി പിടിച്ചുകൊള്ളുവിൻ. കൈവിടാതെ നമ്മെ അവസാനം വരെ നമ്മെ നടത്തുന്ന ദൈവം അവൻ മാത്രമാണ്. എല്ലാവരും അകന്നാലും നിങ്ങളെ വിട്ടകന്നു പോവില്ല. അതിനാൽ ഈ പരിതസ്ഥിതി കണ്ട് പേടിക്കേണ്ട. ഇത് കടന്നു ചെല്ലാൻ അവൻ നിങ്ങളെ സഹായിക്കും. ഇന്നൊരത്ഭുതം ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കും. വിശ്വാസത്തോടെ പറയൂ, കർത്താവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നീ എന്നെ കൈവിടുകയില്ല എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഒരു സന്തോഷമുണ്ടാകും, ധൈര്യമുണ്ടാകും. ദൈവം അതുപോലെ ചെയ്യും. പറയുമോ, കർത്താവേ, നീ എന്നെ കൈവിടുകയില്ല. നിന്റെ സ്നേഹം, എന്നോടുള്ള നിന്റെ സ്നേഹം വലിയത്. എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ അങ്ങ് ഒരിക്കലും എന്നെ കൈവിടുകയില്ല. യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.